അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെയൊക്കെ ജീവിതത്തിലെ നാം പല പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതിൽ ചില കാര്യങ്ങളൊക്കെ നമ്മളെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തും. അതായത് ഞാൻ ആ കാര്യം ചെയ്താൽ എന്താവും. ഇപ്പൊ ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒരു കച്ചവടം നടത്താൻ ഉദ്ദേശിക്കുകയാണ്, ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്, അതല്ലെങ്കിൽ ഒരു പരീക്ഷയെ നേരിടുകയാണ്, ഒരു സെലക്ഷനെ നേരിടുകയാണ്. ഇങ്ങനെയുള്ള ഘട്ടത്തിലൊക്കെ നമ്മൾ ആ കാര്യം നമ്മളെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തും. എനിക്ക് ഞാൻ തുടങ്ങാൻ പോകുന്ന കച്ചവടം അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമോ, അത് എന്തായിരിക്കും ആവുക, പരീക്ഷയിൽ എനിക്ക് വിജയിക്കാൻ സാധിക്കുമോ, സെലക്ഷനിൽ പാസ്സാവുമോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെങ്ങനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാവും, മാനസികമായ പ്രയാസങ്ങൾ. ഏതൊരു കാര്യവും നമ്മളെങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ മുമ്പായി നമ്മളെങ്ങനെ വല്ലാതെ പ്രയാസപ്പെടുത്തും. ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? ഈ പറയപ്പെട്ടതോ അല്ലാത്തതോ ആയ വല്ല കാര്യവും നമ്മളെങ്ങനെ അസ്വസ്ഥപ്പെടുത്തുകയാണെങ്കിൽ എന്താണ് അതിന് പരിഹാരമാർഗം? ബഹുമാനപ്പെട്ട അൽ ഹബീബ് അഹ്മദ് മഷ്ഹൂർ ബിൻ ത്വാഹ അൽ ഹദ്ദാദ് റഹിമഹുല്ല ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട്. എന്താണ് അവർ പറയുന്നത്? യഖൂലുൽ ഉലമാഉ, ഉലമാക്കളൊക്കെ പറയാറുണ്ട്, എന്ത്? ഇദാ അഹമ്മക്കും അംറുൻ, ഒരു കാര്യം നിങ്ങൾ അസ്വസ്ഥമാക്കിയാൽ, നേരത്തെ പറയപ്പെട്ട കാര്യമാവട്ടെ അതല്ലാത്ത മറ്റെന്തെങ്കിലും കാര്യമാവട്ടെ, വല്ല കാര്യവും നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കിയാൽ, അതായത് ഞാൻ ചെയ്യാൻ പോകുന്ന ആ കാര്യം ഞാൻ ചെയ്താൽ, അല്ലെങ്കിൽ ആ കാര്യം എന്നിലുണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള നിലക്ക് നമുക്ക് പല നിലക്കും ടെൻഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വല്ല കാര്യവും നിങ്ങളെ അസ്വസ്ഥത നിങ്ങൾക്കുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫഖ്റ ഉൽ ബസ്മല, നിങ്ങൾ ബിസ്മി ഓതുക. എത്ര? 19 പ്രാവശ്യം. ബി അദദി ഹുറൂഫിഹ, ആ ബിസ്മിയിലെ ഹർഫുകളുടെ കണക്കനുസരിച്ച് ബിസ്മി അല്ല. എന്നിട്ട് പറയുന്നുണ്ട്, ലി അന്ന സിർറൽ ഖുർആനി ഫിൽ ഫാത്തിഹ, ഖുർആനിന്റെ സിർ അത് മുഴുവനും ഫാത്തിഹയിലാണ് അടങ്ങിയിരിക്കുന്നത്. ഖുർആന്റെ സിർ അത് ഫാത്തിഹയിൽ അടങ്ങിയിട്ടുണ്ട്. വസിറുൽ ഫാത്തിഹത്തി ഫിൽ ബസ്മല, ഫാത്തിഹയിലെ മുഴുവൻ സിറും ബിസ്മിയിൽ അടങ്ങിയിട്ടുണ്ട്. വസിറുൽ ബസ്മലത്തി ഫിൽ ബാ, ബസ്മലയിലെ സിർ, ആ ബിസ്മിയിലെ സിർ അത് ബായിൽ അടങ്ങിയിട്ടുണ്ട്, അതായത് ബിസ്മിയിലെ ബായിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഖുർആനിലെ മുഴുവൻ സിറുകളും ബിസ്മിയിലുണ്ട്. അപ്പൊ ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അതിന്റെ അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ച് 19 പ്രാവശ്യം ആരെങ്കിലും ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് ആ കാര്യത്തിലുള്ള പ്രയാസം നീങ്ങിക്കിട്ടുമെന്നാണ്. എന്നിട്ട് പറയുന്നു, വഹാദാ ഖദ് ജറബ്തുഹു, ഇത് ഞാൻ പരീക്ഷിച്ച് വിജയം കണ്ട സംഗതിയാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന, നമ്മെ അസ്വസ്ഥതയാക്കുന്ന വല്ല കാര്യവും ഉണ്ടാകുകയാണെങ്കിൽ, വല്ല വിഷയവും ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ തിരുവാക്യം 19 പ്രാവശ്യം ചൊല്ലി പതിവാക്കിയാൽ തീർച്ചയാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ടൊരു വിഷയവും ഒരു ടെൻഷനും നമുക്ക് അടിക്കേണ്ടി വരികയില്ല. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.